ഹജ്ജ് കർമ്മങ്ങൾ 3-ാം ദിവസത്തിലേക്ക് കടന്നു. മുസ്ദലിഫയിൽ നിന്ന് പല തീർത്ഥാടകരും മിനായിൽ തിരിച്ചെത്തി ജംറയിൽ കല്ലേറ് കർമ്മം ആരംഭിച്ചു. ഗൾഫിൽ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ 3-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് മുസ്ദലിഫയിലാണ്. അറഫ സംഗമം കഴിഞ്ഞ് തീർത്ഥാടകർ ഇന്നലെ രാത്രി ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ന് മുതൽ മിനയിലെ ജംറയിൽ എറിയാനുള്ള കല്ലുകൾ ആളുകൾ ഇതാ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 7 മുതൽ 70 വരെ കല്ലുകളാണ് തീർത്ഥാടകർ ജംറയിൽ 3 ജംറകളിൽ എറിയാനായി ശേഖരിക്കുന്നത്. 4 ദിവസമാണ് മിനയിലെ ജംറയിൽ കല്ലേർ കർമ്മം നിർവഹിക്കുക. കല്ലേർ കർമ്മം ഇന്ന് ആരംഭിക്കുകയാണ്. പല തീർത്ഥാടകരും മുസ്ദലിഫയിൽ നിന്നും മിനായിൽ എത്തി കല്ലേർ കർമ്മം ആരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും ഇനി തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കാനുള്ള കർമ്മം ഈ കല്ലേർ കർമ്മം തന്നെയാണ്. അറഫയിലെ താമസവും അതോടൊപ്പം തന്നെ മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് ആളുകളൊക്കെ മീനായിൽ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണ് ഇന്ന്. അതായത് മീനായിലെ ജംറയിൽ കല്ലേർ കർമ്മം നിർവഹിക്കുക എന്നതിനോടൊപ്പം തന്നെ മക്കയിലെ ഹറം പള്ളിയിൽ പോയി വിശുദ്ധ കഅബയെ പ്രദക്ഷിണം വെക്കുന്ന തവാഫ് നിർവഹിക്കുക, അതോടൊപ്പം മുടി നീക്കുക, ബലി നൽകാനുള്ള ആളുകൾക്ക് ബലി നൽകുക തുടങ്ങിയ നിരവധി കർമ്മങ്ങൾ തീർത്ഥാടകർക്ക് ഇന്ന് നിർവഹിക്കാനുണ്ട്. എല്ലാ കർമ്മങ്ങളും കൂടി അവസാനിക്കുമ്പോഴേക്കും ഏതാണ്ട് രാത്രിയാകും. എല്ലാം കഴിഞ്ഞ് ഇന്ന് രാത്രിയോടെ ആയിരിക്കും തീർത്ഥാടകർ മീനായിലെ തമ്പുകളിൽ തിരിച്ചെത്തുക. അതോടൊപ്പം തന്നെ ഇന്ന് ഗൾഫിൽ സൗദിയും ഒമാനും ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഹറം പള്ളിയിലും മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ബലിപെരുന്നാൾ നമസ്കാരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കഴിഞ്ഞാൽ സൗദിയിൽ ബലിപെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം എന്നാണ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും തിരക്കേറിയ ദിവസമാണ്. 18 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകരാണ് ഹജ്ജ് ഇത്തവണ നിർവഹിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും 1,32,000 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റി വഴി മാത്രം 16,000 തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചു. മുസ്ദലിഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.